മോട്ടിവേഷണൽ ട്രെയിനിങ്ങിൽ പങ്കെടുത്താൽ എല്ലാവരും കോടീശ്വരരാകുമോ? നമസ്കാരം, എല്ലാവർക്കും നവഗ്രഹ സ്റ്റോർ സെന്ററിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരക്കെ കേൾക്കുകയും കാണുകയും എല്ലാം ചെയ്യുന്ന ഒരു കാര്യമാണ് മോട്ടിവേഷണൽ ട്രെയിനിങ്, ലാ ഓഫ് അട്രാക്ഷൻ, മൈൻഡ് പവർ ട്രെയിനിങ് തുടങ്ങിയ ട്രെയിനിങ് പ്രോഗ്രാമുകൾ. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരും കോടീശ്വരരാകുമോ? ഇത് ആധുനിക മനഃശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഇതിൽ പലരും പങ്കെടുക്കുകയും പലർക്കും ഗുണങ്ങൾ ഉണ്ടാവുകയും ചിലർക്ക് ഗുണങ്ങൾ ഉണ്ടാകാതെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ഒരാൾ ജാതകവശാൽ അതിസമ്പന്ന യോഗം ഉണ്ടെങ്കിൽ മാത്രമേ അയാൾ കോടീശ്വരനാവുകയുള്ളൂ. എന്നാൽ ധാരാളം ആൾക്കാർ മോട്ടിവേഷണൽ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുകയും, എന്നാൽ ഇത് ഒരാൾ ഡ്രൈവിംഗ് പഠിച്ച് വാഹനം ഓട്ടിക്കുന്നത് പോലെയാണ് ഇത് പലർക്കും ഗുണകരമായി തീരാറുള്ളത്. നമ്മൾ ബിസിനസ് കാര്യങ്ങളിൽ ഇടപെടുന്ന ആൾക്കാരാണെങ്കിൽ അവർ അതിൻ്റെ മനഃശാസ്ത്രപരമായ ചില രഹസ്യങ്ങൾ, സ്വഭാവമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് അവരെ ബിസിനസ് പരമായ കാര്യങ്ങളിൽ വിജയത്തിലെത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാതെ വാഹനം ഓടിച്ചാൽ അത് അപകടങ്ങൾ ഉണ്ടാക്കുകയും, എന്നാൽ ഡ്രൈവിംഗ് ശരിയായ രീതിയിൽ പരിശീലിച്ചതിന് ശേഷം വാഹനം ഓടിക്കുകയാണെങ്കിൽ അത് ലക്ഷ്യസ്ഥാനത്ത് അപകടങ്ങൾ കൂടാതെ എത്തിച്ചേരുകയും ചെയ്യുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ മൈൻഡ് പവർ ട്രെയിനിങ്, ലാ ഓഫ് അട്രാക്ഷൻ, മോട്ടിവേഷൻ ട്രെയിനിങ് തുടങ്ങിയ ട്രെയിനിങ് പ്രോഗ്രാമുകളിലൂടെ ഓരോ പങ്കെടുക്കുന്നവർക്ക് അതിൻ്റെതായ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ ദരിദ്രയോഗമുള്ള ഒരു ജാതകനാണ് എങ്കിൽ അയാൾ ഈ ട്രെയിനിങ്ങിൽ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയാണെങ്കിൽ തന്നെയും അയാൾ ഇതിൽ ലഭിക്കുന്ന പരിശീലനങ്ങൾ തുടർന്ന് പരിശീലിക്കാതെയും, എന്നാൽ അതിനോടൊരു വിരോധ മനോഭാവമോ പുച്ഛ മനോഭാവമായിരിക്കും, അയാൾക്കൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡായിരിക്കും ഈ പൊതുവെ ഈ ദരിദ്ര ജാതകമുള്ള ആൾക്കാർക്ക്. അവർ ഇതെല്ലാം കള്ളത്തരമാണ്, അല്ലെങ്കിൽ ഇതൊന്നും ഗുണകരമല്ല, ഇതൊക്കെ പറ്റിക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ പരിശീലനത്തിൽ 1-2 പ്രാവശ്യം ഒന്ന് പങ്കെടുത്താൽ തന്നെയും തുടർന്നുള്ള പരിശീലനങ്ങളിൽ അവർ ഏർപ്പെടാതിരിക്കുകയോ പരിശീലനങ്ങളിൽ നിർദ്ദേശിക്കുന്ന പരിശീലനങ്ങൾ ആവർത്തിക്കാതിരിക്കുകയോ ചെയ്യുന്നത് മൂലം ഇവർക്ക് വേണ്ട ഗുണങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നിരുന്നാൽ തന്നെയും ഒരു ഉന്നത സാമ്പത്തിക യോഗമുള്ള, ഉയർന്ന ജാതക യോഗമുള്ള ഏതൊരാളും ആ അവസ്ഥയിൽ എത്തിച്ചേരും എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. എന്നാൽ ദരിദ്രയോഗമുള്ള ജാതകനാണെങ്കിൽ അയാൾ ഏതൊക്കെ മേഖലയിൽ ചെന്നാൽ പോലും, ഏതൊക്കെ പരിശീലനങ്ങൾ അയാൾക്ക് കൊടുത്താൽ പോലും അയാൾ അത് വേണ്ട വിധത്തിൽ പ്രാവർത്തികമാക്കാതെയും അതിൻ്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ നടപ്പിലാക്കാതെയും ഇരിക്കുകയാണ് സാധാരണ കണ്ടുവരുന്നത്. ഇത് ബിസിനസ്സിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിനെ ഒന്ന് കൂടുതൽ വേഗത്തിലാക്കാനും അതിൻ്റെ ലാഭം വർദ്ധിപ്പിക്കാനും കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ലാഭത്തിലേക്കും ആ സ്ഥാപനങ്ങളെ, ബിസിനസ് സംരംഭങ്ങളെ ഉയർച്ചയിലേക്കും നയിക്കുവാൻ ആധുനിക ട്രെയിനിങ് പ്രോഗ്രാമുകൾ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ യാഥാർത്ഥ്യം തന്നെയാണ്. എന്നിരുന്നാൽ തന്നെയും ഒരാളുടെ ജാതക യോഗം തന്നെയാണ് അയാളെ സമ്പന്നനാക്കി തീർക്കുന്നതും ദരിദ്രനാക്കി തീർക്കുന്നതും. എല്ലാവർക്കും ഉപാസനാമൂർത്തികളുടെ അനുഗ്രഹവും കുടുംബപരദേവതകളുടെ കാരുണ്യവും ഉണ്ടാകട്ടെ. അത് അപ്രകാരം ഭവിക്കട്ടെ.